വിവാദങ്ങളിൽ അകപ്പെട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഭയിൽ പ്രത്യേക ബ്ലോക്കിലായിരിക്കണം ഇരിക്കേണ്ടത്. രാഹുലിനെതിരായ പാർട്ടി നടപടി അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. രാഹുൽ ജി നാളാണ് നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യം ഇനി പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. പക്ഷെ അത് ഇരിക്കേണ്ടി വരിക സഭയിലേക്ക് വന്നാലാണ്. തിങ്കളാഴ്ച സഭ തുടങ്ങുകയാണ്. രാഹുൽ വരുമോ? രാഹുൽ എന്തായാലും അത് തന്നെയാണ് ചോദ്യം. എന്തായാലും രാഹുൽ വരുമോ എന്ന് ഈ രാഹുലിന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. കാരണം KPCC പ്രസിഡന്റിന് പോലും കൃത്യമായി അത് പറയാൻ കഴിയുന്നില്ല. രാഹുൽ വരുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകേണ്ടത്, അല്ലെങ്കിൽ അതിന് കൃത്യമായ മറുപടി ഉള്ളത് രാഹുലിന് തന്നെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് KPCC പ്രസിഡന്റ് പോലും പറയുന്ന ഘട്ടത്തിൽ നമുക്ക് അതിനോട് കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ളതുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന് വിപ്പുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം രാഷ്ട്രീയമായൊരു പ്രതിരോധം കോൺഗ്രസ് തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. കാരണം സംഘടനയ്ക്കുള്ളിലെടുത്തൊരു നടപടിയാണ് അത്. അത്തരത്തിൽ സ്പീക്കറോട് രേഖാമൂലം പ്രതിപക്ഷ നേതാവ് അറിയിക്കുമ്പോൾ ഇത്തരത്തിൽ ഇനിയൊരു പ്രതിഷേധമുണ്ടായാൽ, സഭയിലെത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പ്രതിഷേധമുണ്ടായാൽ, അത് എത്തരത്തിൽ അങ്ങനെ പ്രതിഷേധമുണ്ടായാൽ സംരക്ഷിക്കേണ്ട ചുമതല അത് സ്പീക്കറിന് വന്നു ചേരും ചട്ടപ്രകാരം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചട്ടപ്രകാരം ഇത് വളരെ സാങ്കേതികമായി സ്പീക്കറെ അറിയിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇത്തരത്തിൽ രാഹുൽ ഉൾപ്പെടെയുള്ള ടീമിനെ നയിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോൾ വലിയ പ്രതിഷേധവും വലിയ വിമർശനങ്ങളും സൈബർ ഇടങ്ങളിൽ പോലും കോൺഗ്രസിനുള്ളിൽ നിന്ന് നേരിട്ട ആളാണ് രമേശ് ചെന്നിത്തലയാകട്ടെ വി ഡി സതീശനാകട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സാങ്കേതികമായി ചട്ടപ്രകാരം സ്പീക്കറെ അറിയിക്കുമ്പോൾ പിന്നീട് ഇനി രാഷ്ട്രീയമായൊരു ബാധ്യത ഏറ്റെടുക്കേണ്ട എന്നൊരു ചിന്ത അതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രത്യേക ബ്ലോക്കായി വേണം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയാൽ തന്നെ ഇരിക്കാൻ. ഈ സംഘടനയ്ക്കുള്ളിലുള്ള ഒരു നടപടി ആയതുകൊണ്ട് അത് സ്പീക്കറിനോട് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിലവിൽ പ്രതിപക്ഷ നേതാവ് രേഖാമൂലം അത് അറിയിച്ചിട്ടുണ്ട്. ഇനി സ്പീക്കറാകും അതിൻ്റെ ചട്ടങ്ങൾ പരിശോധിച്ച ശേഷം എത്തരത്തിലാകും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന് തീരുമാനിക്കുക. എന്തായാലും കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വലിയ സംരക്ഷണ വലയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ തീർത്ത പ്രതിപക്ഷ നേതാവ്